നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ചായ അവിടെ വെച്ചേക്ക്. അതെന്താ സർ, മുമ്പൊക്കെ ചായ കൊണ്ടുവരുമ്പോ സാർ കൈ വാങ്ങുകയാണല്ലോ ചെയ്യാറ്. ദാ സർ, കയ്യിൽ വാങ്ങാ. അവിടെ വെച്ചേക്കാൻ പറഞ്ഞില്ലേ? സർ, സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്ദന എന്നൊരു പെണ്ണ് ഇവിടെ വന്നപ്പോ താൻ ചായ കൊണ്ട് വരുമായിരുന്നല്ലോ. അന്ന് എന്റെ കയ്യിൽ ചായ തരുമായിരുന്നില്ല. ചായ എന്ന് പറയുക പോലുമില്ല. താൻ ഇവിടെ ദേഷ്യത്തിൽ അങ്ങ് വെച്ചിട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ സാർ, സാറിനോട് ആ വന്ദന ടീച്ചർ അല്ല വന്ദന അവർ ഒരുപാട് അടുത്തിടപഴകുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം വന്നു. വന്ദന എന്നോട് അടുത്തിടപഴകുമ്പോ തനിക്ക് എന്തിനാ ദേഷ്യം വരുന്ന? സാർ, സാർ എന്റെ സാറല്ലേ, അപ്പോ സാറിനോട് വേറൊരാൾ അടുപ്പം കാണിക്കുമ്പോ എനിക്ക് സങ്കടം വരില്ലേ? അതെന്തിനാ സങ്കടം വരുന്നെന്നാ ചോദിക്കുന്ന? ഇപ്പൊ ശ്രീകൃഷ്ണൻ, തന്റെ ദൈവം ഭഗവാൻ ശ്രീകൃഷ്ണൻ, എത്ര പേരാണ് ഒരേ സമയം ഭഗവാനെ പ്രേമിക്കുന്നത്? അയ്യോ, അത് നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രണയം അല്ല സർ. സർ, എന്തായാലും അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് തന്നെയാ. ശ്യാമേ, എന്താണോ ഇങ്ങനെ? ഇടൂ, ഞാൻ തമാശ കാണിച്ചല്ലേ, കരയില്ലേ ശ്യാമേ? കരയില്ലേ ശ്യാമേ? പുറത്താരെങ്കിലും കേൾക്കും, കയറി വരും. കരയാതിരിക്കെ ശ്യാമേ. കരയില്ലേ ശ്യാമേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, കരയില്ലേ ശ്യാമേ? കരയില്ലേ ശ്യാമേ? വേണം, ഞാനല്ല തന്നെ കരയിച്ചത്, ഞാൻ തന്നെ തുടക്കണം. ഞാൻ തുടച്ചോളാം. ഒന്ന് തമ്മിത്തല്ലി പിരിഞ്ഞെങ്കിൽ. ഓ, എന്നാലും എന്റെ വിരലുകൾ തന്റെ ദേഹത്ത് തൊടാൻ പാടില്ല അല്ലേ? അതല്ല സർ. സത്യത്തിൽ വന്ദനയോട് ഞാൻ സംസാരിക്കുമ്പോ താൻ ദേഷ്യം കാണിച്ച് കുത്തുവാക്കുകൾ പറയുന്നതും പരിഭ്രമിക്കുന്നതും തന്നെ ഞാൻ ആസ്വദിക്കായിരുന്നോ? സത്യത്തില് എന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ താൻ ശ്രമിക്കുമ്പോ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെയാ ഞാനതൊക്കെ കണ്ടിരുന്ന. സത്യമായിട്ടും പറയാ, എനിക്കതൊരു ത്രില്ലായിരുന്നു. ഇപ്പൊ ദേ ചായ കൊണ്ടുവന്നപ്പോ വന്ദനയുടെ പേരെടുത്തിട്ടത് എനിക്ക് വേണ്ടി താൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ. ഇനി എത്ര ജന്മം ജനിച്ചാലും ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് പറയാൻ ഒരു പേരേ ഉള്ളൂ, അഖിൽ സാർ. എന്റെ മനസ്സിൽ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക എന്റെ അഖിൽ സാറ്. ആ സാറിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്ക് ശക്തമാണ് സർ. അവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന രണ്ടുപേരെ കൊല്ലാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും പ്രയാസമായിരിക്കും. അവരെ രക്ഷിക്കുന്നതേ അവരുടെ ദൈവമാ. എനിക്കോ സാറിനോ സാറിന്റെ ഗുണ്ടകൾക്കോ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറ് ശ്യാമയും അഖിലിനെയും ഇല്ലാതാക്കാനായിട്ട് പല വഴികളും നോക്കിയിട്ടും എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? കാരണം എന്താ? ദൈവം, ശ്യാമയുടെ ഭക്തി. ആ ഭക്തി ഉള്ളിടത്തോളം കാലം സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്യാമയെ മാത്രമല്ല, ശ്യാമയ്ക്ക് ഇഷ്ടമുള്ളവരെ, അവരെയെല്ലാം ആ ദൈവം രക്ഷിക്കും. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഒക്കെ സങ്കല്പമായിരിക്കും. ദൈവം എന്ന് പേരിട്ട് ഓരോ കല്ലിനെയൊക്കെ ആയിരിക്കും പൂജിക്കുന്നത്. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കി, ഇനി അഥവാ കല്ലാണെങ്കിലും ആ കല്ലിനെ ദൈവമെന്ന് വിശ്വസിച്ച് ആ കല്ലിലേക്ക് ഹൃദയം സമർപ്പിച്ച ആ കല്ലും ദൈവമായി മാറും.
അതെ ജഗൻ സർ, പൂജിച്ച് പൂജിച്ച് ശ്യാമ അവളുടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുക. അവൾക്ക് വേണ്ടി ആ ദൈവം കൂടെ ഉണ്ടാവും. കുഞ്ഞുനാൾ മുതൽ, അല്ല, ജനിച്ച നാൾ മുതൽ ആ ദൈവം അവൾക്ക് കൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ശ്യാമയെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. സർ, സീ കേരളത്തിലെ പുതിയ സീരിയലിന്റെ പ്രമോ. മായാമയൂരം. സർ, നമുക്കിത് കൃത്യമായിട്ട് കാണണം. കാണാലോ, ഒരുമിച്ച് തന്നെ കാണണം. പക്ഷേ ദേ, ഈ പഠിത്തം താൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് ഇടയ്ക്ക് ചില ടെൻഷനൊക്കെ വരുന്നൊന്നും സാറ് കാര്യാക്കണ്ട. എന്തായാലും ശരി, ഇപ്പോ പഠിക്കാനൊരു ആഗ്രഹമൊക്കെ തോന്നുക. ഗുഡ്. പൂട്ടും ഞാൻ. എത്ര ദൈവങ്ങൾ കാവലുണ്ടെങ്കിലും ശരി, ആ ശ്യാമയെ മകലിനെയും ഞാൻ പൂട്ടും. ഞാൻ പറയുന്നത് ആ അരുന്ധതിയെ വേണം മുന്നിൽ നിർത്താൻ. ലോകത്ത് മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ കയ്യിലില്ലേ? വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ളത്. എന്റെ മോള് ചുണ്ടനക്കുന്നതിനനുസരിച്ച് ഗ്രീൻ റൂമിലിരുന്ന് പാടുന്ന യഥാർത്ഥ ഗായികൻ നീയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഞങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കും. നമുക്ക് രഹസ്യം വെച്ച് ഒരു പദ്ധതി തയ്യാറാക്കാം. അതൊക്കെ അവസാന കൈയായിട്ട് മതി. വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന ആളിനെ ഇപ്പോഴും ലോകം അറിയില്ല. ഇനി നമ്മളായിട്ട് അറിയിച്ച ശ്യാമ ആ രീതിയിൽ അങ്ങ് വലിയ ആളാവും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഈ രഹസ്യം ആരും അറിയരുത്, ഐശ്വര്യ പോലും. ഐശ്വര്യോ, വാ. കുടിക്കാൻ എന്താ വേണ്ടേ? സത്യം പറയാം, കുറച്ച് പോയ്സൺ, വിഷം, അത് എനിക്കിപ്പോ ആവശ്യം. അതങ്ങ് കുടിച്ച് സന്തോഷത്തോടെ ഞാനങ്ങ് തീരും. ആ വന്ദന, അവൾ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവസാനം എന്തേ അവള് വല്ല ഉപദേശമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയി. അവൾ എന്നെ കാണാൻ വന്നിരുന്നു. ജഗനങ്ങളെ കാണാൻ വന്നിരുന്നോ? എന്നിട്ട് അവളെ കൊന്നോ ഇല്ലയോ അത് പറ. ആ, ശ്യാമയ്ക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയെന്ന്. അനുഗ്രഹം മാങ്ങാ തൊലി. ജഗനങ്ങളെ, ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ പറ്റാതെ വന്ന അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.